കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഭഗവാനെ, എനിക്ക് എത്രയോ സന്തുഷ്ടകരമായ ജീവിതം തന്നിട്ടുണ്ട്. ഒരു അപേക്ഷയും കൂടിയേ ഉള്ളൂ എനിക്ക്. എന്റെ 2 മക്കളുടെയും വിവാഹം എന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതുവരെ എനിക്ക് സമയം നൽകണം. ഇതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. I love you. ഹലോ, നോക്ക്, ഞാൻ കുട്ടിയെ പ്രേമിക്കുന്നാ പറഞ്ഞേ. എന്താടി ഇത്? ആരെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഐ ലവ് യു പറയുന്നതാ നമ്മുടെ സംസ്കാരം. എക്സ്ക്യൂസ് മീ. കണ്ടാ എന്താ ഇപ്പൊ കുഴപ്പം? ശരി, 1-2 പേര് നോക്കിയ പ്രോബ്ലം എന്നാ എല്ലാരും കേൾക്കുന്ന രീതി ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കേൾക്കുന്നുണ്ടോ? നിനക്ക് അല്പമെങ്കിലും സെൻസ് ഉണ്ടോ? നമ്മൾ പ്രേമിക്കുന്ന കാര്യം ആദ്യം എന്റെ അച്ഛനോട് പറയണം. അതറിഞ്ഞാൽ ഈ ഭൂമിയിലെ മറ്റാരറിയുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഓ, അങ്ങനെയാണോ? ശരി, എന്നാ എങ്ങോട്ടേക്ക്? വേറെ എങ്ങോട്ടാ? നിന്റെ അച്ഛന്റെ അടുത്തേക്ക്. കാര്യങ്ങൾ പറഞ്ഞ് മാറ്റർ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തീർന്നിട്ടുമല്ലോ. അമർ, എന്തിനാണെങ്കിലും അതിനൊക്കെ ഒരു നേരവും കാലമൊക്കെ ഇല്ലേ? ആ രണ്ടും എപ്പോ വരുമോ എന്തോ. ഇന്ന് രാത്രി അമ്മാവന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് പോവാ. ആ സമയത്ത് അച്ഛന്റെ മൂടനുസരിച്ച് നല്ല സമയം നോക്കി നമ്മുടെ കാര്യം അവതരിപ്പിക്കാം. ബൈ. രാധിക, രാധിക, ഞങ്ങൾ ആണുങ്ങൾ വെറുതെ അങ്ങ് വെപ്രാളപ്പെടുവന്നേ. പക്ഷെ നിങ്ങൾ പെണ്ണുങ്ങളുണ്ടല്ലോ, വളരെ ബുദ്ധിശാലികളാ. ആരെ എവിടെ അടിക്കണമെന്നും എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ലെറ്റ്സ് സീ. കൃഷ്ണമൂർത്തി സാറേ, അങ്ങനോട് ക്ഷമിക്കണം, ഞാൻ അല്പം താമസിച്ചു പോയി. അയ്യോ, അതൊന്നും സാരമില്ല. അല്ല, നമ്മുടെ താലിയുടെ കാര്യം? നിങ്ങളുടെ അളിയന്റെ മകളുടെ കല്യാണം വളരെ മംഗളമായി നടക്കും. ഭഗവതിയുടെ സന്നിധാനത്തിൽ ഈ താലി വെച്ച് മഞ്ഞളും തിലകവും കൊണ്ട് പൂജ നടത്തിയതാ. വളരെ സന്തോഷം. ഇതവരെ ഏൽപ്പിക്കണം. മാത്രവുമല്ല, അങ്ങയുടെ മകൾ രാധികയുടെ ജാതകം ഒരു അത്ഭുതം തന്നെയാണ്. ആ കുട്ടി ചെന്നു കയറുന്ന വീട്ടിൽ ഒരു മഹാറാണി പോലെ ജീവിക്കും. ഇതാ രാധികയുടെ ഫോട്ടോയാ. എല്ലാ ലക്ഷണവും ഒത്ത പെൺകുട്ടി. ഈ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യുന്നു? മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പോരായിരുന്നോ ഈ വിവാഹാലോചന? ഇടയ്ക്ക് പഠിത്തം നിർത്തി ആ കുട്ടിക്ക് സങ്കടമാവില്ലേ? അത്രയും സമയം. അത്രയും സമയമില്ല. കാലത്തിനോട് പൊരുതിയിരിക്കാൻ കഴിയില്ലല്ലോ തിരുമേനി. കഴിയുന്നത്ര വേഗത്തിൽ ബാധ്യതകൾ നിറവേറ്റുന്നതല്ലേ നല്ലത്? എത്രയും പെട്ടെന്ന് ബാധ്യതകൾ തീർക്കുന്ന നല്ലത്. എനിക്കറിയാവുന്ന നല്ലൊരു മാരേജ് ബ്യൂറോ ഉണ്ട്, മംഗല്യ സഹായി. അവർക്ക് ഉടനെ തന്നെ ഫോട്ടോ അയച്ചു കൊടുക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങേ വിവരം അറിയിക്കും. ആയിക്കോട്ടെ. സോറി അച്ഛാ, ലേറ്റ് ആയി പോയി. അതൊന്നും കുഴപ്പമില്ല മോളെ. വാ അച്ഛാ, പോവാം. പോവാം. അച്ഛാ, എന്താ അവിടെ? ഓ, അതാണോ?
അതിന് മൂടിക്കെട്ടിയിടലെന്ന് പറയും. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ തുണി കെട്ടുകയാണെങ്കിൽ ആ ആഗ്രഹം തീർച്ചയായിട്ടും നടന്നിരിക്കും മോളെ. അച്ഛാ, ഒരു മിനിറ്റ്. അമർ വണ്ടിയൊന്ന് നിർത്തി. കിളിജോത്സ്യം ഞാനൊന്ന് നോക്കട്ടെ. വാ മോളെ വാ. അമർ വാ. വന്നാട്ടെ മീനാക്ഷി. ഈ സുന്ദരനും സുന്ദരിയും നിന്റെ വാക്കുകൾ കേൾക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോടാ, വേഗം പോയി ഇവരുടെ ചീട്ടെടുത്ത് ഇവരുടെ ഭാവി കാലം വളരെ മനോഹരവും സുന്ദരവുമാണെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കൂ. വാ മോനെ വാ, ഇറങ്ങി വാ മോനെ. വാ മോനെ, എന്തെങ്കിലും തന്നാലേ നീ ഇറങ്ങി വരത്തുള്ളൂ എന്നാ പറയുന്നേ. വാ മോനെ വാ, പുറത്തേക്ക് വാ. അയ്യോ സാറേ, കാശ് തരാതെ കാല് പുറത്തേക്ക് വെക്കില്ലെന്നാ പറയുന്നത് എന്റെ മീനാക്ഷി. ഉറപ്പായിട്ടും മനുഷ്യന്മാരുടെ ദുശീലങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും. രാധിക എന്ന പേരിൽ ജാതകം നോക്കാൻ പറയും. വാമകളെ കിളിമകളെ മീനാക്ഷി, ഈ സാറ് നിനക്ക് വേണ്ടി 100 രൂപയാണ് തന്നിരിക്കുന്നത്. അതൊക്കെ കേൾക്കാൻ എനിക്ക് എന്തോ പോലെ രാധിക. അയ്യോ മതി മതി, നമുക്ക് പോയാലോ? മോളെ ഒരു മിനിറ്റ്. മോടെ ജാതകത്തില് ശ്രീരാമനോടൊപ്പം രാവണനും ഉള്ളതായിട്ടാ കാണുന്നത്. ഓം ശതമാനം ഭവതി പുരുഷസ്യേന്ദ്രിയ ആയുസ്യേന്ദ്രിയേ പ്രതിഷ്ഠതി. ഇഷ്ടകാമ്യാർത്ഥഫലസിദ്ധിരസ്തു. എന്തോരി രാധിക? എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ ജാതകത്തിൽ രാമനോടൊപ്പം രാവണനും വന്നിരിക്കുക. നോക്ക്, നിന്റെ ലൈഫിൽ രാവണനായിട്ട് ആരെങ്കിലും വന്നു എന്ന് നീ വിചാരിച്ചോ? അവനെ അപ്പം തന്നെ കൊന്നിട്ട് രാമനായി നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇനി ഒരുപക്ഷെ ഞാനല്ലാതെ മറ്റൊരു രാമൻ നിന്റെ ലൈഫിലേക്ക് കടന്നു വന്നു എന്നിരിക്കട്ടെ.
അവനെ എതിർത്ത് തോൽപ്പിച്ച് രാവണനായി നിന്നെയും കൊണ്ട് ഉറപ്പായി ഞാൻ പോയിരിക്കും. സോ നിന്റെ ലൈഫില് രാമനായാലും ശരി രാവണനായാലും ശരി അത് ഞാൻ തന്നെയായിരിക്കും. മൂന്ന് മണിക്ക് അയാളുടെ വീട്ടിലേക്ക് പോയി കഥക് തട്ടിയിട്ട് നല്ല പിച്ചു കൊടുത്താ മതി. ചേച്ചി ദേ കരയെത്തി. വരൂ 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 വരൂ. വാ മോളെ വാ. നമ്മളെ സുഖമായിട്ടിരിക്കുന്നല്ലേ? അതെ മാമന് ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെയുണ്ട്. പിന്നെ കല്യാണ പെണ്ണ് എങ്ങനെയുണ്ട്? നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുക. എന്നോടൊപ്പം വരാന്നാ പറഞ്ഞേ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ വിഷമിച്ച് അവിടെ ഇരിക്കുക. ഇതാ മാമ, ഇത് താലിയാ. മാമന്റെ ആഗ്രഹം പോലെ അച്ഛൻ എല്ലാ അമ്പലത്തിലും കൊണ്ടുപോയി പൂജ ചെയ്യിച്ചു. എനിക്കറിയാം മോളെ, നിന്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാല് അത് പിന്നെ ഭംഗിയാക്കിയിട്ടേ പുള്ളി അടങ്ങും. വാ മക്കളെ. മാമ ആ ജീപ്പ് ആരുടെയാ? അത് നിങ്ങളുടെ പട്ടാളക്കാരൻ മാമന്റെതാ. ഓ വാ മക്കളെ, ശ്രദ്ധിച്ചു കയറണേ. മോളെ ശ്രദ്ധിച്ച് വീഴല്ലേ. മോളെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായിട്ടുണ്ട്. സൂക്ഷിച്ച്. ഇപ്പോഴും കുട്ടികളെ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. നിന്റെ അച്ഛനും ഞാനും കുട്ടിക്കാലത്തെ ഇവിടെയൊക്കെ കളിച്ചോണ്ടിരുന്നത്. എന്താ മാമ ഞങ്ങള് ബന്ധങ്ങളൊന്നും ഇല്ലാത്ത നഗരത്തിലേക്ക് പറഞ്ഞു വിട്ടത്? നിങ്ങൾക്ക് നല്ല പഠിത്തം കിട്ടാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ അച്ഛൻ സിറ്റി കൊണ്ട് ചേർത്തത്? അതെ അതെ. മോളെ ശ്രദ്ധിച്ച്. മാമ
മാമ അമ്പലം. ഒരു മിനിറ്റ് ഒന്ന് വണ്ടി നിർത്തോ മാമ. വണ്ടി ആ സൈഡിലോട്ട് നിർത്തിയേ. ചേച്ചി, ഒരു മിനിറ്റ് മാമ, ഞാൻ ഇപ്പൊ വരാം. ചേച്ചി 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 മാമ, ചേച്ചി ഇത് എവിടെ പോവാ? നിന്റെ ചേച്ചി നിന്റെ അച്ഛന്റെ അതേ സ്വഭാവം തന്നെ. എന്ന് വെച്ചാ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് നിങ്ങളുടെ കുലദൈവം. ഓ, നിങ്ങളുടെ അച്ഛനും ഇങ്ങനെ തന്നെ. എവിടെ പോയാലും എന്ത് ജോലി ചെയ്താലും അവന്റെ മനസ്സിൽ എന്തൊക്കെ വേദന ഉണ്ടായാലും ഈ ക്ഷേത്രത്തിൽ വന്നാ പറയുന്നത്. ഇവിടെ പറയാതെ ഒരു ജോലിയും ചെയ്യത്തില്ല. ഓഹോ. ഉടൻ തന്നെ നല്ല വിവാഹ ജീവിതം ഉണ്ടാവട്ടെ രാധിക മോളെ. മാമ, ഞാൻ ഇപ്പൊ വരാം. മോളെ, അതെ മോളെ, പെട്ടെന്ന് വരാൻ നോക്കണേ. ശരി മാമ. പ്രണതോസ്മി പ്രണതോസ്മി ഗോപാല ബാലം പ്രണതോസ്മി ഗോപാല. സ്വാമി, ഒരുപാട് നാളായി എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇതുവരെയും പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇവിടെ വെച്ച് പറയാനുള്ള ധൈര്യം എനിക്ക് തരണം. എന്റെ പ്രണയം സഫലമാക്കി തരണം. എന്റെയും അമറിന്റെ വിവാഹം നീ തന്നെ നടത്തി തരണം. ഭഗവാനേ, ഞങ്ങൾ കൃഷ്ണമൂർത്തിയുടെ മക്കളാണ്. ഇതെന്റെ ചേച്ചി രാധിക. നമസ്കാരം തന്ത്രികളെ. അമ്മേ, 5 മിനിറ്റുള്ളിൽ റെഡിയായി വരാം. ശരി മോനെ. ശരി അമ്മേ. പിള്ളേരായ ഇങ്ങനെ തന്നെ വേണം. എന്ത് വിനയവും എന്ത് ബഹുമാനവും. പരമ്പരയായി നിലകൊള്ളുന്ന ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നൊരു മകനെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കൈലാഷ്, അമ്മേ. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കോളൂ. ശരി അമ്മ. ശീഘ്രമേവ കല്യാണ പ്രാപ്തിവസ്തു. കല്യാണ കച്ചേരി പാടാമെടി കച്ചേരി മോനെ,
അമ്മേ, നിന്റെ കല്യാണത്തിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക ഞങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ നല്ലതിന് വേണ്ടിയില്ലേ അമ്മേ? അതായത് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇനി നിന്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും നിനക്ക് ഇഷ്ടമാണെങ്കിലോ എന്നോട് പറയണം കൈലാഷ്. ഞാൻ തന്നെ പോയി അവരോട് സംസാരിക്കാം. അമ്മേ, അമ്മ കാണിച്ചെന്ന വഴിയിലൂടെയല്ലേ ഞാൻ നടക്കുന്നത്. അമ്മ പഠിപ്പിച്ചെന്ന ശീലങ്ങളാണ് എനിക്കുള്ളത്. എനിക്ക് ഗൈഡും ഗ്രന്ഥവും എല്ലാം എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് മാത്രമേ എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ. ഇങ്ങനെ വളർത്തിയതിൽ ബഹുമാനം തോന്നുക. മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടതകളും അനുഭവിച്ച ദുഃഖങ്ങളും ഒന്നും ഉണ്ടാകരുതെന്ന് കരുതി നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് പാലിക്കുന്ന മക്കൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം. കൂറുമ്പം പൂക്കൊമ്പത്താടും നോടി. ചേച്ചി എക്സ്ക്യൂസ് മീ, അതിങ്ങി തരുമോ? വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ വിറകെ പൊന്ന്. ഓ കല്യാണ കച്ചേരി പാടാമേടി കച്ചേരിക്കാരാനും പോരും നോടി. വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ വിറകെ പൊന്ന്. ഓ കല്യാണ കച്ചേരി അനുസരണ ഇല്ലാത്തവർ ഈ മകനെ കണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. തിരുമേനി, കുട്ടികളെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ പുകഴ്ത്തുന്നത് അത്ര നല്ലതല്ല. അവന് മാംഗല്യദോഷം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം പറയൂ. മാലയോഗത്തിൽ എന്തൊക്കെയോ ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട്.